വിമൽ അച്ചുവിനെ തിരഞ്ഞു നടക്കുവാണ്. തന്റെ മുന്നിൽ വന്ന് പെട്ടിട്ടും അവൻ അവളെ കണ്ടിരുന്നില്ല. പുതിയ ഓഫീസിന്റെ കൂടെയാണ് അവനിപ്പോൾ ഡ്യൂട്ടി. കലിപ്പിന്റെ ഉസ്താദായ ഹോട്ട് ആൻഡ് ഹാൻസം, പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഒന്നടങ്കം അഹങ്കരിക്കുകയും അതുപോലെ ഭയക്കുകയും ചെയ്യുന്ന പേര് ACP രുദ്രകാശി. വിമലിന് കാശി തീരെ പിടിക്കുന്നുണ്ടായിരുന്നില്ല. കാശി സത്യസന്ധനായ ഒരു ഓഫീസറാണെന്നുള്ളത് തന്നെയായിരുന്നു അതിന് കാരണം. കാശി നേരെ സ്റ്റേഷനിലേക്കാണ് വന്നത്. ഒരു വലിയ ട്രക്ക് മാഫിയയ്ക്ക് പിന്നാലെയാണ് അവൻ. കാശിയുടെ ഉള്ളിൽ ബൈക്കിൽ ഇരുന്നു കൊണ്ട് തന്നെ കൂർപ്പിച്ചു നോക്കിയവന്റെ മിഴികൾ ഒരു വേള ഉടക്കി നിന്നു. മനസ്സിൽ ആ മുഖം പതിഞ്ഞു പോയത് എന്തിനെന്ന് ഒരു വേള ചിന്തിച്ചുകൊണ്ട് അവൻ തലയൊന്ന് കുടഞ്ഞു. വിമൽ. കാശി അവനെ വിളിച്ചതും വിമൽ ഉള്ളിൽ അവനെ തെറി പറഞ്ഞു. എസ് സാർ. സ്നേഹത്തിന്റെ ഓർഫനേജ് ആരോ അതിക്രമിച്ചു കയറി. ഒരു കുട്ടി മരണപ്പെട്ടു, 4 കുട്ടികൾക്ക് പരിക്കുമുണ്ട്. താൻ നാളെ തന്നെ അവിടെ ചെന്ന കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിച്ചു വാ. കാശിയുടെ വാക്കുകൾ കേട്ടതും വിമലിന്റെ നെഞ്ചിൽ തീയെരിഞ്ഞു. അയാളെ ആകെ ഒന്ന് വിറച്ചുപോയി. ആന്റണിയെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണം, ഇല്ലെങ്കിൽ തന്റെയും മാധവിന്റെയും പേര് വെളിയിൽ വരുമെന്ന് അവന് ഉറപ്പായിരുന്നു. താനെന്താടോ ഇടിവെട്ടേറ്റ പോലെ നിൽക്കുന്നത്? കാശി അവനെ നോക്കി കണ്ണുകൾ കുറുക്കി. ഏയ് ഇല്ല സർ, ആ കേസ് ഓൾറെഡി അന്വേഷണം തുടങ്ങിയതല്ലേ, വിമൽ പതർച്ചയോടെ പറഞ്ഞു. അതിലെനിക്ക് എന്തൊക്കെയോ മിസ്സിംഗ് ഫീൽ ചെയ്യുന്നുണ്ട്. തനിക്ക് പോകാൻ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അവന്റെ കടുപ്പിച്ച ചോദ്യത്തിൽ വിമൽ ഒന്ന് വിരണ്ടുപോയി. ഇല്ല സർ, വിമൽ പേടിയോടെ പറഞ്ഞു. കാശി ഒന്ന് അമർത്തി മുളയിട്ട് തന്റെ ഓഫീസ് റൂമിലേക്ക് പോയി. വിമൽ പതിയെ പുറത്തേക്ക് ഇറങ്ങിക്കൊണ്ട് മാധവന് കോൾ ചെയ്തു. സർ, പുതിയ ACP പ്രശ്നമാണ്. ആന്റണിയോട് കുറച്ച് നാളത്തേക്ക് മുങ്ങിക്കൊള്ളാൻ പറഞ്ഞു. രഹസ്യമായി വിമൽ മാധവനെ വിളിച്ച് കാര്യം പറഞ്ഞു. മാധവ് പറയുന്നതിനല്ല അയാൾ ഓക്കെ സർ സർ എന്നും പറഞ്ഞ് ഫോൺ വെച്ചു. ബീനയെ പേടിച്ച് അച്ചു രാവിലെ തന്നെ ഉണർന്നു. കുളിച്ച് ഫ്രഷായി അവൾ തലേന്ന് ഡയറി വാങ്ങിക്കൊടുത്ത പാക്കറ്റിൽ നിന്ന് 2 ബ്രെഡ് എടുത്ത് ജാമം തെച്ചു തിന്നു. ടേബിളിൽ ഇരിക്കുന്ന ജഗ്ഗിൽ നിന്ന് വെള്ളവും കുടിച്ചു. താഴേക്ക് ചെന്നാൽ ബീന ഒന്നും കഴിക്കാൻ തരില്ലെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു. അതുകൊണ്ടാണ് പുറത്തു പോയപ്പോൾ ഇങ്ങനെ ഒരു ബുദ്ധി കാണിച്ചത്. വർക്കൗട്ട് കഴിഞ്ഞ് റൂമിലേക്ക് വന്ന ഡെബി കാണുന്നത് കണ്ണാടിക്ക് മുൻപിൽ നിന്ന് മുടി കോതുന്നവളെയാണ്. അവൻ കുറച്ചു സമയം അവളെ തന്നെ നോക്കിയിരുന്നു. അച്ചു മുടി കെട്ടിക്കഴിഞ്ഞ് തിരിഞ്ഞപ്പോഴാണ് തന്നെ നോക്കി വാതിൽപ്പടിയിൽ ചാരി നിൽക്കുന്ന ഡെവിയെ കണ്ടത്. അവൾ പേടിയോടെ ഉമിനീർ ഇറക്കിപ്പോയി. അവൻ അവളെ ഒന്ന് സൂക്ഷിച്ചു നോക്കിയത് പെണ്ണു നിന്ന് വിറയ്ക്കാൻ തുടങ്ങി. അവൻ അവളുടെ അടുത്തേക്ക് ചുവട് വെച്ചതും അവളുടെ നെഞ്ചു കിടന്ന് വേഗത്തിൽ മിടിച്ചു. ഡെവി അവൾക്ക് അടുത്തേക്ക് വന്ന് അവളുടെ മണം വലിച്ചെടുത്തു. അവന്റെ പ്രവൃത്തിയിൽ അച്ചു ആകെ വിറച്ചുപോയി. ഡെവി അവളുടെ മുടിയിൽ നോവിക്കാതെ കുത്തിപ്പിടിച്ചുകൊണ്ട് അവളുടെ മുഖം തന്നിലേക്ക് അടുപ്പിച്ചു. അവളുടെ പിടയുന്ന മിഴികളിലേക്ക് നോക്കിക്കൊണ്ട് തന്നെ അവൻ അവളുടെ അതരങ്ങളെ സ്വന്തമാക്കിയിരുന്നു. അച്ചു നിന്നെടുത്ത് നിന്ന് കാൽവിരൽ കുത്തി ഉയർന്നു പൊങ്ങിപ്പോയി. അവളുടെ മിഴികൾ തുറിച്ചു വന്നു. അല്പനേരം നീണ്ടുനിന്ന ചുംബനം. അവൻ അവളെ പൊതിഞ്ഞു പിടിച്ചു. അവളിലെ വിറയൽ പോലും അവനിൽ ആസക്തി നിറച്ചു. ഡെവി പതിയെ അവളെ മോചിപ്പിച്ചു. അച്ചു കലങ്ങിയ മിഴികളോടെ അവനെ നോക്കി. ഇങ്ങനെ കിടന്ന് മോങ്ങാനും വേണ്ടി ഞാൻ നിന്നെ കൊല്ലാനൊന്നും പോണില്ല കൊച്ചെ. അവളുടെ നിറഞ്ഞ കണ്ണു കണ്ട് അവൻ ദേഷ്യത്തോടെ പറഞ്ഞു. അച്ചു വേഗം തല താഴ്ത്തി നിന്നു. അവൻ അവളെ ഒന്ന് തുറച്ചു നോക്കിയിട്ട് ബാത്റൂമിലേക്ക് പോയി. കുളിച്ച് ഫ്രഷായി ബോഡി ഫിറ്റ് ബ്ലാക്ക് ഷർട്ടും ബ്ലാക്ക് പാൻസും ബ്രൗൺ കളർ ബ്ലേസറും ധരിച്ചുകൊണ്ട് ഒരുങ്ങി ഇറങ്ങിയവനെ അച്ചു കണ്ണുകൾ വിടർത്തി നോക്കി. അവളുടെ നോട്ടം അവനെ ശ്രദ്ധിച്ചു. കല്ലുപോലെ ഉറച്ച മുഖഭാവമാണ് അവന്. ഗാംഭീര്യം നിറഞ്ഞ ഭയപ്പെടുത്തുന്ന ശബ്ദവും. ഇത് രണ്ടും തന്നെയാണ് അവന്റെ അഴക്. എങ്കിലും അച്ചു അവനിൽ ഏറെ ഭയക്കുന്നതും ഇത് തന്നെയാണ്. ഡെവി ഷെൽഫിൽ നിന്നും ഒരു ബോക്സ് എടുത്തുകൊണ്ട് അച്ചുവിന്റെ അടുത്തേക്ക് വന്നു. അവൾക്ക് അപ്പോഴാണ് ബോധം വന്നത്. താൻ അവനെ നോക്കി നിന്നത് ഓർത്ത് അവൾക്ക് സ്വയം ചമ്മൽ തോന്നി. ഡെവി അതൊന്നും കാര്യാക്കാതെ അവളെ പിടിച്ച് ബെഡിലേക്ക് ഇരുത്തി. അച്ചു പേടിയോടെ അവനെ നോക്കിയതും അവൻ അവളുടെ കൈ പിടിച്ച് അതിലേക്ക് നേർത്ത എന്നാൽ നല്ല ഭംഗിയുള്ള 2 ഡയമണ്ട് കല്ല് പതിപ്പിച്ച വളകൾ ഇട്ടുകൊടുത്തു. അച്ചു അവനെ ഞെട്ടലോടെ നോക്കി. ഡെറി വാങ്ങിക്കൊടുത്ത കുഞ്ഞു ജിമ്മിക്കും ഡെവി ഇട്ടുകൊടുത്ത മിന്നുമാലയും മാത്രമേ അവളുടെ ദേഹത്ത് ആഭരണമായി ഉള്ളായിരുന്നു. ഡെവി അവന്റെ പേര് കൊത്തിയ സ്വർണ്ണ മോതിരം അവളുടെ വലങ്കൈയിലെ മോതിരവിരലിൽ അണിയിച്ചു. ഇടം കൈ വിരലിൽ ഡയമണ്ട് സ്റ്റോൺ പതിപ്പിച്ച ഭംഗിയുള്ള ഒതുങ്ങി 2 മോതിരം കൂടി അണിയിച്ചു. അവൾ പേടിയോടെയാണ് അവന് മുമ്പിൽ ഇരുന്നത്. പെട്ടെന്ന് ഡെവി നിലത്തേക്ക് ഇരുന്നു കൊണ്ട് അവളുടെ ഒരു കാലുയർത്തി തന്റെ കാൽമുട്ടിന്മേൽ വെച്ചു. അച്ചു വിറയലോടെ അവനെ നോക്കി. കാലിൽ സ്വർണ്ണ ഇടുന്നത് ശരിയല്ല. മഹാലക്ഷ്മിയെ ചവിട്ടി മെതിക്കരുത്. എനിക്കിതാണ് ഇഷ്ടം. അവൻ പറയുന്നതൊന്നും തന്നെ അവൾക്ക് മനസ്സിലായില്ല. അവളുടെ കാലിൽ നല്ല ഭംഗിയുള്ള സിമ്പിൾ വെള്ളിക്കൊലുസ് അവൻ ഇട്ടുകൊടുത്തു. അതിന്റെ കൊളുത്തവൻ കടിച്ചു മുറിക്കതും അച്ചു ശ്വാസം വിടാൻ പോലും മറന്നിരുന്നു പോയി. ഡെവി നിലത്ത് നിന്ന് എഴുന്നേറ്റ് നിന്നു. അവളെ ഒന്ന് നോക്കിക്കൊണ്ട് പെട്ടെന്ന് അവൻ അവളെ ബെഡിലേക്ക് മറിച്ചു കിടത്തിക്കൊണ്ട് അവളുടെ ബനി മുകളിലേക്ക് ഉയർത്തി.
വെണ്ണ തോൽക്കും വിധമുള്ള അവളുടെ കുഞ്ഞരക്കേട്ടും അതിലെ ആഴമേറിയ പൊക്കിൾ ചുഴി അവൻ കൊതിയോടെ നോക്കി. അച്ചുവിന് പേടി കാരണം ഒന്ന് അനങ്ങാൻ പോലും സാധിച്ചില്ല. അവൻ പതിയെ അവളുടെ വയറിൽ തന്റെ ചുണ്ടു ചേർത്തതും അവൾ ഒന്ന് പിടഞ്ഞു പൊങ്ങിപ്പോയി. അവൻ പതിയെ അവളുടെ വയറിൽ കടിച്ചു നുണഞ്ഞു. അവൾ തന്റെ കണ്ണുകൾ അടച്ച് ചുണ്ടുകൾ കൂട്ടിപ്പിടിച്ചു കിടന്നു. എന്തോ ഒരു തണുപ്പ അരക്കെട്ടിൽ അറിഞ്ഞതും അവൾ കണ്ണുകൾ വലിച്ചു തുറന്നു. ഭംഗിയുള്ളൊരു സിമ്പിൾ ഹിപ്പ് ചെയിൻ അവൻ അവൾക്ക് അണിയിച്ചു കൊടുത്തു. അവളുടെ വയറിൽ ഒന്നുകൂടി ഒന്ന് മുഖം പൂഴ്ത്തി അവളുടെ ഗന്ധം വലിച്ചെടുത്തുകൊണ്ട് അവൻ അവളിൽ നിന്നും അകന്നു മാറി. വാ, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. യാതൊരു കൂസലും ഇല്ലാതെ പറയുന്നവനെ കണ്ട് അച്ചു തന്റെ കിതപ്പടക്കാൻ പാടുപെട്ടു. ഡെറി അപ്പോഴേക്കും റെഡിയായി താഴേക്ക് വന്നിരുന്നു. ഡെവി അച്ചുവിനെയും കൊണ്ട് ഡൈനിങ് ഏരിയയിലേക്ക് വന്നതും ബീനയുടെ മിഴികളൊന്ന് കൂർത്തു. അവർ ഡെറിക്ക് ഭക്ഷണം വിളമ്പുകയായിരുന്നു. അവരുടെ കണ്ണുകൾ അവൾ അണിഞ്ഞിരിക്കുന്ന പുതിയ ആഭരണങ്ങളിൽ കൂടി ഒന്നൊഴിഞ്ഞുപോയി. ഡെവി അവളെയും കൊണ്ട് കഴിക്കാനിരുന്നതും ബീനയുടെ മുഖത്ത് നീരസം നിറഞ്ഞു. അച്ചു ആണെങ്കിൽ അവരുടെ നോട്ടം കണ്ട് വെട്ടി വീർത്തു. ഫാൻ ഓൺ ചെയ്. അച്ചു ഇരുന്ന് വിറയ്ക്കുന്നത് കണ്ട് ഡെവി ബീനയോട് കൽപ്പിച്ചു. അവർ വേഗം ചെന്ന് ഫാൻ ഓൺ ചെയ്തു. നല്ല ചൂട് ഇഡലിയും സാമ്പാറും ചമ്മന്തി അവർ പാത്രത്തിലേക്ക് വിളമ്പി. അതിന്റെ മണം മൂക്കിലേക്ക് അടിച്ചതും അച്ചുവിന്റെ നാവിലൂടെ വെള്ളം ഊറി. എന്നാൽ അല്പം മടിയോടെ അച്ചുവിന് മുമ്പിൽ പ്ലേറ്റ് എടുത്ത് വെച്ചതും ഡെവി അതിനെ തടഞ്ഞു. ബീനയുടെ മുഖം വിടർന്നു പോയി. അച്ചുവിന്റെ മിഴികൾ ഈറനണിഞ്ഞു. തനിക്ക് ഡെവി പറഞ്ഞിട്ടാണോ ബീന ഭക്ഷണം തരാത്തത് എന്ന ചിന്ത പോലും അവന്റെ ഈ ഒരു പ്രവൃത്തി അവളിൽ വേരൂന്നി. ഡെറിയുടെ കണ്ണുകളും ഡെവിയുടെ ആ പ്രവൃത്തിയിലൊന്ന് കുറുകി. ഡെവി അതൊന്നും മൈൻഡ് ചെയ്യാതെ ഒരു ഇഡലി വിരൽ കൊണ്ട് നുള്ളി സാമ്പാറിനും ചമ്മന്തിയിലും ഒരുപോലെ നനച്ചെടുത്തുകൊണ്ട് അച്ചുവിന് നേരെ നീട്ടി. ഡെറി ഉൾപ്പെടെ സകലരും അവന്റെ ഈ പ്രവൃത്തിയിൽ ഞെട്ടിപ്പോയിരുന്നു. ഗാർഡ്സ് പോലെ കണ്ണു മിഴിച്ചു പോയി. മുഖത്ത് ഇപ്പോഴും ഗൗരവം തന്നെയാണ്. അച്ചു അറിയാതെ തന്നെ വാ തുറന്നു കൊടുത്തു. ആ ഭക്ഷണത്തിന് താൻ ഇന്നോളം അറിഞ്ഞതിൽ കൂടുതൽ രുചിയുണ്ടെന്ന് അവൾക്ക് തോന്നി. ഇത് കണ്ട ഡെറിക്ക് ചെറുതായി കുശുമ്പ് കുത്തി. അവനും അവൾക്ക് നേരെ ഒരു വാ നീട്ടിയതും അച്ചു അതും വായിലാക്കി. അത് കണ്ട് ഡെവി അവനെ ഒന്ന് കൂർപ്പിച്ചു നോക്കി. ഡെറി അത് കണ്ടതായി പോലും ഭാവിച്ചില്ല. അച്ചുവിനോടുള്ള ഇവരുടെ സ്നേഹം കണ്ട് ബീനയുടെ ഉള്ളിൽ അവളോടുള്ള പക ആളി. ഒരു വേശ്യ പെണ്ണിനെ അവർ പരിഗണിക്കുന്നത് അവർക്ക് ഒട്ടും സഹിക്കുന്നുണ്ടായിരുന്നില്ല. അന്ന് അച്ചു രാവിലെ വയറ് നിറഞ്ഞ് പൊട്ടും പോലെ ആഹാരം കഴിച്ചു. ഡെവിയും ഡെറിയും അവളെ മത്സരിച്ചു കൂട്ടി. അതോടൊപ്പം അവരും കഴിച്ചു. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് ഡെവി തന്റെ ലാപ്ടോപ്പ് അടങ്ങിയ ബാഗ് എടുത്ത് കയ്യിൽ പിടിച്ചു. ഡെറി അച്ചുവിന്റെ കയ്യിൽ പിടിച്ച് അവളെ തന്നോട് ചേർത്ത് നിർത്തി. ഇച്ചായി പോയിട്ട് വരാട്ടോ, അവൻ അവളോട് സ്നേഹത്തോടെ പറഞ്ഞു. അച്ചു ചിരിയോടെ അവനെ നോക്കി തലയാട്ടി. ഡെറി ഇറങ്ങിയതും ഡെവി ഒന്ന് അച്ചുവിന്റെ തോളി പിടിച്ച് തിരിച്ച് അവൾക്ക് ചിന്തിക്കാനുള്ള സമയം പോലും കൊടുക്കാതെ അവൻ അവളുടെ നെറ്റിയിലും ഇരു കണ്ണിലും കവിളിലും ചുംബിച്ചു. അവൾ കണ്ണൊന്ന് ചിമ്മിയതും അവളുടെ കുഞ്ഞു ചുണ്ടിനെ ഒന്ന് നുണഞ്ഞെടുത്തു. അവൻ ഞെട്ടിത്തരിച്ചു നിൽക്കുന്നവളുടെ കവളി പതിയെ ഒന്ന് തട്ടിവിട്ടുകൊണ്ട് അവനും അവിടെ നിന്നും ഇറങ്ങി. ഡെവിയുടെ ചുണ്ടിൽ ആർക്കും പെട്ടെന്ന് കണ്ടുപിടിക്കാൻ കഴിയാത്തൊരു കുഞ്ഞു പുഞ്ചിരി വിടർന്നിരുന്നു. അച്ചു അതേ പകപ്പോടെ തിരിഞ്ഞതും അവളെ കൊല്ലാനുള്ള ദേഷ്യത്തോടെ ബീന അവൾക്ക് മുമ്പിൽ വന്നു നിന്നു. അച്ചു പേടിയോടെ അവരെ നോക്കിയതും അവർ ഒന്ന് പുച്ഛിച്ച് ചിരിച്ചു. ചുറ്റും ഗാർഡ്സ് ഉള്ളത് കൊണ്ട് തന്നെ ബീന അവളെ നോക്കി കിച്ചണിലേക്ക് വരാനായി കണ്ണു കാണിച്ചു. പേടിയോടെ അച്ചു അവർക്ക് പിന്നാലെ നടന്നു. അച്ചുവിന് അപ്പോഴും മനസ്സിലായിരുന്നില്ല താൻ ഈ കൊട്ടാരത്തിലെ റാണിയാണെന്ന്. അവൾ ഡേവിഡ് പാലമറ്റത്തിന്റെ ഭാര്യയാണെന്ന് അവൾ ഓർത്തുപോലുമില്ല. തനിക്ക് അവൻ നൽകുന്ന പരിഗണന പോലും അവന്റെ സ്നേഹമാണെന്ന് ആ പൊട്ടിപ്പെണ്ണിന് മനസ്സിലായില്ല. അടുക്കളയിൽ എത്തിയതും ബീന അവളുടെ കൈത്തുടയിൽ നോവുന്ന വിധം പിടിച്ചു വലിച്ചുകൊണ്ട് അടുക്കളയിലെ ഫ്ലോറിലേക്ക് എടുത്ത് തള്ളി. അച്ചു നിലത്തേക്ക് വീണത് ബീന അവളെ പകയോടെ നോക്കി. നീ ആള് കൊള്ളാലോടി, ചുളുവിനെ എല്ലാം ഒപ്പിച്ചെടുത്തു അല്ലേ? നിന്റെ വിളച്ചിലൊക്കെ ആണുങ്ങളോട് മാത്രമേ നടക്കൂ, എന്റെ അടുത്ത് നടക്കില്ല. നാണം ഉണ്ടോടി? യജമാനന്റെ കൂടെ ഇരുന്ന് അവൾ ആഹാരം കഴിച്ചേക്കുന്നു. നീ ഈ ചെയ്ത തെറ്റിനുള്ള ശിക്ഷ നിനക്ക് ഞാൻ തന്നിരിക്കും. പെട്ടെന്ന് അവർ അവളെ ചുറ്റും ഒന്ന് നോക്കി. ഒരു ടിന്നിൽ കണ്ണുടക്കിയതും അവരുടെ മുഖത്ത് ക്രൂരത നിറഞ്ഞു. അച്ചു പേടിയോടെ അവരെ നോക്കി. ബീന കുറച്ച് മുളക് പൊടി ടിന്നെടുത്തുകൊണ്ട് അച്ചുവിന്റെ അടുത്തേക്ക് വന്നു. ആഹാരമൊക്കെ ഒത്തിരി രുചിച്ച് കഴിച്ചതല്ലേ, ഇനി അല്പം എരിവാകാം. അവർ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് അറിയാതെ അച്ചു കണ്ണു നിറച്ചു. ബീന കുറച്ച് മുളക് പൊടി കയ്യിൽ എടുത്തുകൊണ്ട് അച്ചുവിന്റെ കവളി കുത്തിപ്പിടിച്ചു. തുറന്നു വന്ന അവളുടെ വായിലേക്ക് അവർ അത് തിരികെ കയറ്റി. എരിവ് കൊണ്ട് അച്ചുവിന്റെ തല വരെ പുകഞ്ഞു കയറി. കാശി തന്റെ ബൈക്കിൽ സിഗ്നലിൽ കുടുങ്ങിക്കിടന്നു. അവന് തൊട്ടടുത്ത് കാറിലിരിക്കുന്ന ഡെറിയിലേക്ക് അവന്റെ മിഴികൾ പതിഞ്ഞു. എന്തോ ഒന്ന് അവനിലേക്ക് തന്നെ ആകർഷിക്കുന്നുണ്ട് എന്ന് കാശിക്ക് തോന്നി. ഡെറി ഏതോ പാട്ടു മൂളുന്നുണ്ട്. അവന്റെ കട്ടിമീശയും ഉറച്ച ശരീരവും എല്ലാം കാശിയൊന്ന് നോക്കി. പെട്ടെന്ന് ഗ്രീൻ സിഗ്നൽ വന്നതും ഡെറിയുടെ കാറ് മുന്നോട്ട് ചലിച്ചു. കാശി തലയൊന്ന് കുടഞ്ഞുകൊണ്ട് വണ്ടിയെടുത്തു. സ്നേഹതീര ഓർഫനേജിന് മുൻപിൽ കാശി തന്റെ ബൈക്ക് ഒതുക്കി. സെലിൻ സിസ്റ്റർ പുറത്തേക്ക് വന്നത് കാശി അവരെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. ഗുഡ് മോർണിംഗ് സിസ്റ്റർ. അവൻ അവരെ വിഷ് ചെയ്തു. ഗുഡ് മോർണിംഗ്, കയറി വരൂ സാർ.
സെലീൻ അവനെ അകത്തേക്ക് ക്ഷണിച്ചു. ഞാൻ അന്നത്തെ കേസുമായി ബന്ധപ്പെട്ട് വന്നതാണ്. രാവിലെ ഒരാളെ ഞാൻ അയച്ചിരുന്നു. എങ്കിലും എനിക്ക് നേരിട്ട് വന്ന് കാര്യങ്ങളൊക്കെ ഒന്ന് തിരക്കണമെന്ന് തോന്നി. കാശി അല്പം ഗൗരവത്തോടെ പറഞ്ഞു. സാർ അയച്ച ഓഫീസർ കുറച്ചു മുമ്പ് വന്നിരുന്നു. അയാളുടെ ചോദ്യങ്ങളൊന്നും തന്നെ നല്ലതായിരുന്നില്ല. രാവിലെ വന്ന് തങ്ങളോട് മോശമായി സംസാരിച്ച വിമലിനെ കുറിച്ച് സിസ്റ്റർ അവനോട് പറഞ്ഞു കൊടുത്തു. കാര്യങ്ങൾ കേട്ടതും കാശിയുടെ മുഖം വലിഞ്ഞു മുറുകി. സിസ്റ്റർ അവിടെ നടന്ന് ഓരോന്നും അവനോട് പറഞ്ഞു കൊടുത്തു. പെട്ടെന്ന് കാശിയുടെ മുഖം ചുളിഞ്ഞു. അപ്പോ ആതിരയുടെ അഡ്രസ് തപ്പിയാണ് അവർ വന്നത്. ആ കുട്ടി ഇപ്പൊ എവിടെയുണ്ട്? അവന്റെ ചോദ്യം കേട്ട് സിസ്റ്റർ തന്റെ കണ്ണട ഒന്നുകൂടി ശരിയാക്കി വെച്ചു. അറിയില്ല സർ. ഇവിടെ 18 വയസ്സ് വരെ കുട്ടികൾക്ക് നിൽക്കാൻ അനുവാദമുള്ളൂ. അത് കഴിഞ്ഞ് സ്വന്തമായ ഒരു ജോലി കണ്ടുപിടിച്ച് പൊയ്ക്കോണം. അതാണ് റൂൾ. അവൾക്ക് എന്തോ ജോലി ശരിയായി എന്ന് പറഞ്ഞാണ് ഇവിടെ നിന്ന് ഇറങ്ങിയത്. അവർ അല്പം സങ്കടത്തോടെ പറഞ്ഞു. നിങ്ങളെ ആ കുട്ടി പിന്നീട് വിളിച്ചില്ലേ? കാശി സംശയത്തോടെ ചോദിച്ചു. ഇല്ല, ആദ്യം ഒന്ന് വിളിച്ച് ഏതോ വലിയ വീട്ടിൽ കിച്ചൺ സ്റ്റാഫ് ആയിട്ട് ജോലി കിട്ടി എന്ന് പറഞ്ഞു. പിന്നീട് ആള് വിളിച്ചിട്ടില്ല. സിസ്റ്റർ സൗമ്യമായി പറഞ്ഞു. ആ കുട്ടിയെ തിരക്കി ഇതിനു മുമ്പ് ആരെങ്കിലും വന്നിട്ടുണ്ടോ? കാശി വീണ്ടും തന്റെ സംശയങ്ങൾ അവരോട് തിരക്കി. ഇല്ല സർ, ഇത് ആദ്യമായാണ്. എന്തായാലും വന്നവർ നിസാരക്കാരല്ല. ഒരു പിഞ്ചു കുഞ്ഞിന്റെ ജീവനാണ് ആ ദുഷ്ടൻ എടുത്തത്. വെറുതെ വിടരുത് അവരെ. സിസ്റ്റർ കരഞ്ഞുകൊണ്ട് പറഞ്ഞതും കാശിയുടെ മുഖം വലിഞ്ഞു മുറുകി. സിസ്റ്റർ വിഷമിക്കേണ്ട, നമുക്ക് കണ്ടുപിടിക്കാം. തെറ്റ് ചെയ്ത ഒരുത്തനെ ഞാൻ വെറുതെ വിടില്ല, അവൻ ഉറപ്പോടെ പറഞ്ഞു. ആ നിമിഷം അവന്റെ മുഖം അത്രമേൽ വന്യമായിരുന്നു. ഡെറി രോഗികളെ പരിശോധിക്കുമായിരുന്നു. പെട്ടെന്നാണ് അടുത്ത രോഗിയെ വിളിച്ചപ്പോൾ ഏലിക്കുട്ടി കയറി വന്നത്. അവരെ കണ്ടതും ഡെറിയുടെ ഉള്ളിൽ വെറുപ്പ് നിറഞ്ഞു. ആൺകുട്ടികളായതുകൊണ്ട് തന്നെ ഡെവിയെയും തന്നെ പൊന്നുപോലെ നോക്കിയവരായിരുന്നു. അതിൽ കൂടുതൽ സ്നേഹം ഡെവിയോടാണെന്ന് തോന്നിയിട്ടുണ്ട്. പക്ഷെ തന്റെ ഐഡന്റിറ്റി ഡെവിയാണെന്ന് തെറ്റിദ്ധരിച്ചപ്പോൾ അവരിലുണ്ടായ മാറ്റം അതൊരിക്കലും മറക്കാൻ സാധിക്കില്ല. താൻ അനുഭവിക്കേണ്ടതൊക്കെ അനുഭവിച്ചു തീർത്തത് ഡെവിയാണ്. എന്താ അസുഖം? ഡെറി ഒരു ഡോക്ടർ എന്ന നിലയിൽ ഏലിക്കുട്ടിയോട് ചോദിച്ചു. നിന്നെ ഒന്ന് കാണുമെന്ന് തോന്നി. ഇങ്ങനെയല്ലേ ഒന്ന് കാണാൻ പറ്റൂ. വല്യമ്മച്ചോട് പിണങ്ങാതെ നിനക്കങ്ങ് വന്നൂടെ? എന്തിന്? നാളെ എനിക്കും എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ എന്നെ അവിടെ നിന്ന് അടിച്ചിറക്കാനോ? ഡെറി, നീ ആ ആണും പെണ്ണും കെട്ടവന് വേണ്ടി സ്വന്തം ജീവിതം ഇല്ലാതാക്കരുത്, ഏലിക്കുട്ടി ദേഷ്യത്തോടെ പറഞ്ഞു. എന്നാ നിങ്ങൾ ചെവി തുറന്നു വെച്ച് കേട്ടോ. നിങ്ങൾ ഈ പറഞ്ഞ ആണും പെണ്ണും കെട്ടവൻ നല്ല അസലൊരു പെങ്കൊച്ചിനെ കെട്ടി. അത് നല്ലൊരു കുഞ്ഞി പെണ്ണ്. ഉടനെ അവൻ അവളിൽ മക്കളും ജനിക്കും. ഡെവിയുടെ വാക്കുകൾ ഏലിക്കുട്ടി ഇടുത്തി പോലെ വന്ന് പതിച്ചു. ഡെവി പെണ്ണ് കെട്ടി എന്ന വാർത്ത അവരെ ഉടലോടെ എരിച്ചു കളഞ്ഞു. ഏലിക്കുട്ടി ഡെറിയെ തുറച്ചു നോക്കി. ആദ്യം ഒന്ന് പതറിയെങ്കിലും പിന്നീട് അവര് പുച്ഛം നിറഞ്ഞൊരു ചിരി വിടർന്നു. നീ വെറുതെ കള്ളം പറയരുത് ഡെറി. അവൻ ഒരാണിനെ പറ്റുമെന്ന് പറഞ്ഞതല്ലേ? അതിന്റെ പേരിലല്ലേ ഞങ്ങൾ അവനെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കിയത്? നിന്റെ അപ്പ അപ്പോഴും പറഞ്ഞില്ലേ ഒരു പെണ്ണിനെ കല്യാണം കഴിച്ച് കുടുംബത്തിന്റെ മാനം കാത്ത അവന് കുടുംബത്തിൽ തന്നെ തുടരാന്ന്? എന്നിട്ട് കേട്ടോ അവൻ? ഏലിക്കുട്ടി രോഷത്താലും പുച്ഛത്താലും ഇരുന്ന് വിറച്ചു. ഡെറി, മതിയാക്കിക്കോ. നീ ഇനി ആ ശാപം പിടിച്ചവനെ വെള്ളപ്പൂശാൻ ഓരോ കള്ളങ്ങൾ പറഞ്ഞ് പഠിക്കണ്ട. പിന്നെ അവനെ മാത്രമേ ഞങ്ങൾക്ക് വേണ്ടാതുള്ളൂ, നിന്നെ വേണം. കുടുംബത്തിലെ വരും മുറക്കാരൻ ഇനി നീയാണ്, കുടുംബത്തിലെ ഏക ആൺതരി. ഏലിക്കുട്ടി കടുപ്പിച്ചു പറഞ്ഞു. നിങ്ങൾ വിശ്വസിക്കണമെന്ന് എനിക്ക് യാതൊരു നിർബന്ധവുമില്ല. പിന്നെ ഡെവിയെ വേണ്ടാത്തവരെ ഡെറിക്കും വേണ്ട. കുടുംബത്തിന്റെ രാജാവാനൊന്നും ഡെറിയെ കിട്ടില്ല. എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ താല്പര്യമില്ല. കുറെ കാലം ഡെവിയെ ആയിരുന്നില്ലേ നിങ്ങൾ ആ പട്ടം ചാർത്തി വെച്ചിരുന്നത്? അവനൊരു ഗേ ആണെന്ന് സംശയം തോന്നിയപ്പോ അതൊക്കെ നേരെ തിരിഞ്ഞു. പ്ലീസ് ശല്യം ചെയ്യരുത്, ഇതെന്റെ ജോലി ടൈമാണ്. ഡിസ്റ്റർബ് ചെയ്യാതെ ഒന്ന് പുറത്തു പോണം. അത്രയും പറഞ്ഞുകൊണ്ട് അവൻ അടുത്ത ആളെ വിളിക്കാൻ തുടങ്ങി. ഏലിക്കുട്ടി ദേഷ്യത്തോടെ അവിടെ നിന്ന് എഴുന്നേറ്റ് പുറത്തേക്ക് നടന്നു. ഡാ മുത്തു, വണ്ടി എടുക്ക്. ഡ്രൈവറോട് അവർ കൽപ്പിച്ചതും അയാൾ വേഗം വണ്ടി സ്റ്റാർട്ട് ചെയ്തു. നിന്നെ എങ്ങനെ എന്റെ വഴിക്ക് കൊണ്ടുവരണമെന്ന് എനിക്ക് നന്നായി അറിയാൻ ഡെറി. കുടുംബത്തെ ആദ്യത്തെ ആൺതരികളാണ് നിങ്ങൾ. അതിലൊരുത്തൻ രണ്ടും കെട്ടി ജനിച്ചെങ്കിലും ഒരാളെ കർത്താവ് കുടുംബത്തിന് വേണ്ടി കനിഞ്ഞു തന്നു. ഡെറി, നിന്നെ ഞങ്ങൾക്ക് കിട്ടിയേ മതിയാകും. ഏലിക്കുട്ടി ഗൗരവത്തോടെ ഞൊടിഞ്ഞു. ആ സമയം അവർ അറിഞ്ഞിരുന്നില്ല യാതൊരു കുറ്റവും ചെയ്യാത്ത വെറുക്കപ്പെടേണ്ടവനെ തന്നെയാണ് താൻ തേടി ചെല്ലുന്നതെന്ന്. ഏലിക്കുട്ടി പോയതും ഡെറിക്ക് ആകെ വല്ലാതെ. ഡെവിയെ ഒരു ചെകുത്താനാക്കി മാറ്റിയത് ഏലിക്കുട്ടി ഒറ്റ ഒരുത്തിയാണെന്ന് ഓർക്കെ ഡെറിക്ക് അവരോടുള്ള വെറുപ്പിന്റെ ആഴം കൂടി. പണ്ടേ ഡെവി നല്ല വാശിക്കാരനും താൻ ഒതുങ്ങിയ പ്രകൃതവുമായിരുന്നു. വാശിക്കാരനായതുകൊണ്ട് തന്നെ ഡെവിയോടായിരുന്നു ഏലിക്കുട്ടിക്ക് സ്നേഹം കൂടുതൽ. ഒരു തരത്തിൽ പറഞ്ഞ കുഞ്ഞിലെ മുതലേ കുടുംബത്തിന്റെ രാജാവാണ് നീ എന്ന് പറഞ്ഞ് ആ കുഞ്ഞു മനസ്സിലെ അഹങ്കാരം വർദ്ധിപ്പിച്ചത് ആ സ്ത്രീ തന്നെയായിരുന്നു. ഡെറി എപ്പോഴും റോസിയുടെ മറപറ്റി ജീവിച്ചപ്പോൾ ഡെവി ഏലിക്കുട്ടിയുടെ ദുഷ്ടതകൾ നിറഞ്ഞ ശിക്ഷണം ഏറ്റുവാങ്ങി വളർന്നു. അതവനെ തികഞ്ഞ അഹങ്കാരി ചെകുത്താനും ആക്കി മാറ്റി. ഏലിക്കുട്ടി ഡെവിയെ കൊണ്ട് അഹങ്കരിച്ചു. അവരുടെ പല സ്വാർത്ഥതയ്ക്കും അവനെ ഒരു ആയുധമാക്കി മാറ്റിയവർ. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഡെറിയും ഡെവിയും വേർപിരിക്കാൻ അവർക്കായില്ല. ഇരുവരും തമ്മിൽ വല്ലാത്ത ബോണ്ടിങ് ആണ്. അതൊട്ടെ ഏലിക്കുട്ടിക്ക് ഇഷ്ടവും അല്ല. ഡോക്ടർ, OP കഴിഞ്ഞു.
നഴ്സിന്റെ ശബ്ദമാണ് ഡെറിയെ ചിന്തകളിൽ നിന്ന് ഉണർത്തിയത്. ആ, ഞാൻ എന്നാ ഇറങ്ങിക്കുക. എന്തെങ്കിലും അത്യാവശ്യം വന്നാൽ വിളിച്ചാൽ മതി. സ്റ്റെപ്പ് എടുത്തുകൊണ്ട് അവൻ പറഞ്ഞു. അവർ അതിന് ശരിയെന്ന് തലയാട്ടി. ഡെറി വേഗം തന്റെ കാർ എടുത്തുകൊണ്ട് ബീച്ചിലേക്ക് വിട്ടു. മനസ്സ് അസ്വസ്ഥമാകുന്ന സമയങ്ങളിൽ അവൻ കടൽത്തീരത്ത് വന്നിരിക്കാറ് പതിവാണ്. കടൽ കാഴ്ചകൾ കണ്ട് ഡെറി ഏറെ നേരം അങ്ങനെ ഇരുന്നു. പെട്ടെന്നാണ് അവന്റെ മിഴികൾ ആ ഒരുവനിൽ ഉടക്കിയത്.